ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാണുന്ന സാധനത്തിന്റെ പേര് തിരക്കിയപ്പോൾ കുറേ വെറൈറ്റി പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിപ്പുളി അച്ചാറിടാൻ പോകാം. ആദ്യം നല്ലെണ്ണ ഒഴിച്ച് ഏറ്റവും ടേസ്റ്റി എള്ളെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ അച്ചാറിന്. പിന്നെ കടുക് പൊട്ടിച്ചു, അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ സമയം പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്ത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാണ് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 4 വലിയ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇച്ചിരി കാര്യമായിട്ട് അച്ചാറിടാന്ന് കരുതി. അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ആയിട്ടോ. ഇതാകുമ്പോൾ കുറച്ച് ദിവസം കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടി പുറത്ത് വെക്കുന്നത് അടിപൊളി. ഇനി കുറച്ച് ഉലുവാപ്പൊടിയും കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്ത് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ നെല്ലിപ്പുളി ഉപ്പിലിട്ട് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇതിന് കൂടുതലായിട്ട് ആൾക്കാർ പറഞ്ഞ പേര് അരിനെല്ലിക്കാന്നായിട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഇത് തിളപ്പിക്കേണ്ട കേട്ടോ. തിളപ്പിച്ചാൽ ഇതങ്ങ് വെന്ത് പോകും. അന്നേരം അത്രയും ടേസ്റ്റ് വരത്തില്ല. തിളപ്പിക്കാതെ എടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. എന്തായാലും ഞാൻ ഇത്രയും രുചി പ്രതീക്ഷിച്ചില്ല നെല്ലിപ്പുളി അച്ചാറിൽ നിന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിടുന്നത്. പിന്നെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അത് നികത്താൻ വേണ്ടി അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റാം. എന്തായാലും ഇത് പിടിക്കുമ്പോൾ കുറേ ആയിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു അച്ചാർ ഇട്ട് വെച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും. ഇനിയത്തെ പരിപാടി എന്താണെന്നറിയോ? മണം കൊണ്ട് നിൽക്കാൻ വയ്യ. ആ ഒരു അച്ചാർ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കാണുന്ന കൈ എൻ്റെ അല്ല, മീയുടെയാണ്. എനിക്ക് എന്തായാലും 1 ഉരുള ചോറ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൊണ്ട് ആൾ ഇതേ സ്ഥലം വിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.